പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഹോപ്സ് PSCയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LDC കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള പരീക്ഷയുടെ ഭരണഘടനാ സുപ്രധാന നിയമങ്ങൾ എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ വിശകലനമാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം, കണ്ണൂർ LDC പരീക്ഷകൾക്ക് ഭരണഘടനാ സുപ്രധാന നിയമങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ്. അടുത്ത പരീക്ഷകൾക്കും, അതായത് ആദ്യ പരീക്ഷയിലേതുപോലെ തന്നെ 2ാം ഘട്ട പരീക്ഷയിലും ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ചോദ്യം ഉറപ്പായിരിക്കും. അപ്പോൾ സുപ്രധാന നിയമങ്ങളിൽ നിന്നും ഭരണഘടനയിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അതായത് തിരുവനന്തപുരം LDക്ക് ശേഷം കണ്ണൂർ, കൊല്ലം LDക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കിതിലെ ആദ്യ ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഈ സ്ഥാപനം. 2, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വസ്തുതകളെ ഉൾപ്പെടുത്തി അതിൻ്റെ വിശകലനം നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED. അതായത് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന്, അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് രാജ്യത്ത് രൂപീകൃതമായിട്ടുള്ള അതോറിറ്റിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED. ഈ അടുത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു അന്വേഷണ സംവിധാനമാണ് ED എന്നുള്ളത്. അവിടെ നിന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത് പല പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ED എന്ന് പറയുന്ന സ്ഥാപനം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം രൂപീകൃതമായത് 1956 മെയ് 1 ഈ സ്ഥാപനം രൂപീകൃതമായത്. ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനു കീഴിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനു കീഴിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? അത് പങ്കജ് ചൗധരിയാണ്. നിലവിൽ കേരളത്തിൽ 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്. ഒന്ന് ആര് എന്ന് ചോദിച്ചാൽ അത് ജോർജ് കുര്യനാണ്, മറ്റൊന്ന് സുരേഷ് ഗോപിയാണ്. ജോർജ് കുര്യൻ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. നിലവിലെ കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ നിലവിലെ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയാണ് സഞ്ജയ് മൽഹോത്ര എന്ന വ്യക്തിയാണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അത് നമുക്കറിയാം, KN ബാലഗോപാൽ. അദ്ദേഹം കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് K രാജനാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനായിട്ടും പ്രവർത്തിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വരാം. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. പിന്നീട് ഈ സ്ഥാപനത്തിൽ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിലെ ഉദ്യോഗസ്ഥർ.
അപ്പോൾ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ആൻഡ് ലോ സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറായി എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചിലപ്പോൾ ചോദിക്കാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറായി എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. നിലവിലെ എൻഫോഴ്സ്മെന്റ് പ്രത്യേക ഡയറക്ടറായി ചുമതലയുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ നവീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. രാഹുൽ നവീന. പിന്നീട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസുകൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊന്ന് ഒന്ന് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. അതിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡ്, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലാണ്. ചണ്ഡീഗഡ്, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇതിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. പിന്നീട് വിവരാവകാശ നിയമത്തിൽ നിന്നും, അത് ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്, വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് രാജ്യസുരക്ഷാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇന്റലിജൻസ് ബ്യൂറോ, എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, റിസർച്ച് അനാലിസിസ് വിങ്, നാഷണൽ ഏവിയേഷൻ റിസർച്ച് സെന്റർ, നാഷണൽ ടെക്നിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളെയൊക്കെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥാപനം കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാം അത്തരത്തിൽ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ എന്നാണ്. ഒന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും, രണ്ട് വ്യവസായശാലകളിലെ തൊഴിലാളികൾ, മൂന്ന് ഭിന്നശേഷിക്കാർ. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. മൂന്ന് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനായി രാജ്യത്ത് രൂപീകൃതമായിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. അതായത് ഭരണഘടനയുടെ 4-ാം ഭാഗം നിർദ്ദേശക തത്വങ്ങളെപ്പറ്റിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. ലോകത്താദ്യമായി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനുമാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള സംഗതി കൂടിയാണ്. പിന്നീട് ഈ നിർദ്ദേശക തത്വങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A എന്നുള്ളത്. അതായത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ, അത്തരത്തിൽ 1977 ജനുവരി 3-ന് ഈ ഭേദഗതി നിലവിൽ വന്നു. ആ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A എന്നുള്ളത്. ഈ ആർട്ടിക്കിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 39A. ഈ 39A ചുവട് പിടിച്ച് രാജ്യത്ത് നിലവിൽ വന്ന പ്രധാന സ്ഥാപനമാണ്, അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രധാന സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 1995 നവംബർ 9-നാണ് ഈ സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം കേരളത്തിലും
ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഈ ആർട്ടിക്കിളിൻ്റെ ചുവട് പിടിച്ച് നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി അല്ലെങ്കിൽ കെൽസ എന്നുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആസ്ഥാനം ഡൽഹിയും കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആസ്ഥാനം എറണാകുളവും. അത് ചോദിച്ചുള്ളതാണ്. കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിലവിൽ വന്നത് 1998 ഏപ്രിൽ 25-നുമാണ്. പിന്നീട് ആർക്കൊക്കെയാണ് ഈ അതോറിറ്റികൾ സൗജന്യ നിയമസഹായം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, 1 സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, 2 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, 3 വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, 4 ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, 5 മനുഷ്യക്കടത്തിന് ഇരയായവർക്ക്, യാചകർക്ക്. പിന്നീട് അടുത്തതായിട്ട് ഉള്ളത്, അതായത് 1 ലക്ഷത്തിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക്, 1 ലക്ഷത്തിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക്. പിന്നീട് ഭൂകമ്പം, വെള്ളപ്പൊക്കം, വരൾച്ച, അതുപോലെ തന്നെ വ്യവസായശാലകളിലെ ദുരന്തം എന്നിവയിൽ അകപ്പെട്ടവർക്കാണ് സൗജന്യ നിയമസഹായം, ഫ്രീ ലീഗൽ എയ്ഡ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം. അടുത്തത് നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുത്തെഴുതുക. 1ാമത്തെ പ്രസ്താവന: സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2, നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3, ഭരണഘടനാ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഇതിലെ പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് ചോദിച്ചാൽ അവസാനം പറഞ്ഞ 2, 3 എന്നീ പ്രസ്താവനകളാണ്. അതായത് സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഭരണഘടന വേണം, നമ്മുടെ രാജ്യത്തിന് സ്വന്തമായൊരു ഭരണഘടന വേണം, ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് എം.എൻ. റോയിയാണ്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ 1934 എം.എൻ. റോയി ഈ ആവശ്യം ഉന്നയിക്കുന്നത്. പിന്നീട് എം.എൻ. റോയി ആവശ്യം ഉന്നയിച്ചതിന് കാലങ്ങൾക്കു ശേഷം, അതായത് ക്രബ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം ഒക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ഇടയായ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പദ്ധതിയാണ്. അതായത് 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. ആ ക്യാബിനറ്റ് മിഷന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. 1946 മെയ് 16-ന് പ്ലാൻ അവതരിപ്പിക്കുന്നു. 1946 മെയ് 16-ന് ഈ പ്ലാനിനെ ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ലായ പ്ലാൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ലായ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിനെയാണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുമാണ് എന്നുള്ളതാണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുമാണ് പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഈ ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നു. രൂപീകൃതമായത് 1946 മെയ് 16 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രാജ്യത്ത് രൂപീകൃതമാകുന്നത്. ആ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടും നമ്മളതിൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ടുള്ള അംഗങ്ങളുടെ എണ്ണമൊക്കെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകും. പിന്നീട് നമ്മൾ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയിലാകെ എത്ര മേജർ കമ്മിറ്റികൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ ഈ ചോദ്യത്തിൻ്റെ വിശകലനത്തിൽ നിന്നും അറിയേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 9 പ്രധാന മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ തന്നിരുന്നത്. എന്നാൽ അത് തെറ്റായ പ്രസ്താവനയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നേതൃത്വത്തിൽ 8 മേജർ കമ്മിറ്റികളും അനേകം മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ 11 പ്രധാന മൈനർ കമ്മിറ്റികളും 8 മേജർ കമ്മിറ്റികളുമാണ്
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അത് ജവഹർലാൽ നെഹ്റു, ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അത് സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അത് ഡോക്ടർ BR അംബേദ്കറുമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ LDCയുടെ ആദ്യഘട്ട പരീക്ഷ തിരുവനന്തപുരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് 1947 ഓഗസ്റ്റ് 29-നാണ്, ഓഗസ്റ്റ് 29. അതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ, വൈസ് ചെയർമാനായിരുന്നത് KM മുൻഷി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കീഴിൽ 22 ചെറു കമ്മിറ്റികൾ പ്രവർത്തിച്ചിരുന്നു, ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7 ഡോക്ടർ BR അംബേദ്കറാണ്, KM മുൻഷിയാണ്, മുഹമ്മദ് സാദുള്ളയാണ്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്, N ഗോപാലസ്വാമി അയ്യങ്കാറാണ്, BL മിത്തൽ അദ്ദേഹത്തിനു പകരം മാധവറാവുവാണ്, അതുപോലെ തന്നെ DP കേത്താൻ അദ്ദേഹത്തിന് പകരം TT കൃഷ്ണമാചാരിയുമാണ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പരിഹാസരൂപേണ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന്. നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഭരണഘടനാ നിർമ്മാണ വഴികളിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് അത് മൗലാന അബ്ദുൽ കലാം ആസാദുമാണ്. പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ വഴികളിലെ നാഴികക്കല്ലെന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വിശേഷിപ്പിച്ചത് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് അൽ ഹിലാൽ, അൽ ബലാഗ് എന്ന പത്രം ആരംഭിച്ചതാര് എന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അൽ അമീൻ എന്ന് പറയുന്ന പത്രം കേരളത്തിൽ സ്ഥാപിച്ചത് ആരംഭിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമാണ്. അതായത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന, കേരളത്തിൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള നവോത്ഥാന നായകനായിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ അടുത്ത നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന വകുപ്പ് 51A ഇവയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. 2 ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3 12 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 1, 2 എന്നിവയാണ് ശരിയായി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഡിലീഷൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് LDCയുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2ാം ഘട്ട പരീക്ഷയ്ക്കുമുണ്ട്, അടുത്ത ഘട്ടങ്ങളിലും പ്രതീക്ഷിക്കാം. ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന സമയത്ത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലില്ലായിരുന്നു. പിന്നീട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്ത ആശയമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ളത്. അതായത് 1975 ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ആ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കു ശേഷം രാജ്യത്ത് പല കോണുകളിൽ നിന്നും അഭിപ്രായമുയരുന്നു. നമ്മുടെ ഭരണഘടനയിൽ രാജ്യത്തെ പൗരന്മാരുടെ കടമകളെ സംബന്ധിച്ച്, മൗലിക കർത്തവ്യങ്ങളെ സംബന്ധിച്ച് ആശയം കൂട്ടിച്ചേർക്കണം എന്നുള്ളത്. അങ്ങനെ നിർദ്ദേശപ്രകാരം, ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരം 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയെ അതിനായി ചുമതലപ്പെടുത്തും. സ്വരൺ സിംഗ് കമ്മിറ്റി ഈ
സംവിധാനങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം 8 മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താമെന്ന് നിർദ്ദേശിക്കും. അതിനുശേഷം 1976 42 ഭേദഗതി പ്രകാരം 10 മൗലിക കടമകൾ അത്തരത്തിൽ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് 1976 42 ഭേദഗതിയെ അറിയപ്പെടുന്നത് നമുക്കറിയാം എന്തു പേരിലാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറുഭരണഘടന എന്ന പേരിലാണ്. 1977 ജനുവരി 3-നാണ് 42 ഭേദഗതി നിലവിൽ വരുന്നത്. നിലവിൽ വന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. 42 ഭേദഗതി വഴി 10 മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. വ്യക്തമായി പറഞ്ഞാൽ എ മുതൽ ജെ വരെയുള്ള ആർട്ടിക്കിളുകളിൽ മൗലിക കർത്തവ്യങ്ങളെപ്പറ്റി ഔദ്യോഗികമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം 2002 86 ഭേദഗതി പ്രകാരം ഒരു മൗലിക കർത്തവ്യം കൂടി നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അതായത് ഭരണഘടനയുടെ 4-ാം ഭാഗം 4A 51A വീണ്ടും ഒരു മൗലിക കടമ കൂടി, മൗലിക കർത്തവ്യം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് 2002 86 ഭേദഗതി പ്രകാരം. അതായത് 86 ഭേദഗതി നിലവിൽ വന്നത്, അല്ലെങ്കിൽ 86 ഭേദഗതി നിലവിൽ വന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്നു ആര് എന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് മാൻ ഡോക്ടർ K ശിവനാണ്. റോക്കറ്റ് വുമൺ ഋതു കരുതാളാണ്. നിലവിലെ ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. അതുപോലെ തന്നെ 10ാമത്തെ ISROയുടെ ചെയർമാനാണ് അദ്ദേഹം. 5ാമത്തെ മലയാളിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ സ്വദേശിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അദ്ദേഹം ഈ അടുത്ത് രചിച്ച് പിൻവലിക്കപ്പെട്ട ആത്മകഥ PS ചോദിച്ചിട്ടുണ്ട്, നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചു. അപ്പോൾ 2002 86 ഭേദഗതി പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A ഒരു മൗലിക കർത്തവ്യം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മൗലിക കർത്തവ്യം, അതായത് K എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 A മുതൽ K വരെയാണ്. അപ്പോൾ ഈ മൗലിക കർത്തവ്യങ്ങൾ 2002 86 ഭേദഗതി പ്രകാരം ഒരു മൗലിക കർത്തവ്യം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഭരണഘടനയിൽ നിലവിലാകെ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്, 11 മൗലിക കടമകളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രസ്താവന രീതിയിൽ 12 മൗലിക കർത്തവ്യങ്ങളെന്നാണ്. അത് തെറ്റാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഈ 2002 86 ഭേദഗതി പ്രകാരം ഭരണഘടനയിലേക്ക് ഉൾക്കൊള്ളിക്കപ്പെട്ട 51 ക്യാപിറ്റൽ A ക്ലോസ് K അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അത്തരത്തിൽ ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസം അവർക്ക് ഉറപ്പാക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 21A എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ 21A എന്തിനെ സംബന്ധിച്ചാണ്? ഭരണഘടനയിലെ 2002 86 ഭേദഗതി പ്രകാരം തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് 21A. അതിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അത്തരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം
ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. പിന്നീട് നിയമവശങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി മൗലിക കർത്തവ്യങ്ങളുടെ, അതായത് മൗലിക കടമകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി അത്തരത്തിൽ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് JS വർമ്മ കമ്മിറ്റിയാണ്. 1998 ഈ കമ്മിറ്റിയെ നിയമിച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1999 എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനയിലെ 19ാം ആർട്ടിക്കിൾ പ്രകാരം ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന സഞ്ചാര സ്വാതന്ത്ര്യം, 2 വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടനാ സ്വാതന്ത്ര്യം. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന നമുക്കറിയാം 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നമുക്കറിയാം ആർട്ടിക്കിൾ 19, അവിടെ നിന്ന് ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാറുള്ള സംഗതിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 നമുക്കറിയാം മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. അതായത് മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് ചോദിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 19 അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് ആർട്ടിക്കിൾ 19 പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 മറ്റൊരു സവിശേഷതയാണ്, മറ്റൊരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ അടിയന്തരാവസ്ഥകൾ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭരണഘടനയിൽ നിന്നും സ്വാഭാവികമായി താൽക്കാലികമായി റദ്ദു ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 എന്നുള്ളത്. അതായത് ആർട്ടിക്കിൾ 19 സ്വാഭാവികമായി റദ്ദു ചെയ്യുന്നത് ആർട്ടിക്കിൾ 358 അടിസ്ഥാനപ്പെടുത്തിയാണ്. ചോദിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആർട്ടിക്കിൾ 358 അടിസ്ഥാനപ്പെടുത്തിയാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കും. അതായത് രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ ആർട്ടിക്കിൾ 19 ക്ലോസ് 1A തന്നെ പരോക്ഷമായി ചില വസ്തുതകളെ സംബന്ധിച്ച്, ചില കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായി അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിവരാവകാശം മൗലിക അവകാശമാണ് എന്നുള്ളതാണ്. വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശം മൗലിക അവകാശമാണ്. 2005 ഒക്ടോബർ 12 രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള വിവരാവകാശ നിയമം അല്ലെങ്കിൽ വിവരാവകാശം രാജ്യത്തെ പൗരന്മാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം മൗലിക അവകാശമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1A. വീണ്ടും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് വിവരാവകാശത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസ് ഏതാണ്? രാജ് നരൈൻ കേസാണ്. രാജ് നരൈൻ കേസിലാണ് സുപ്രീം കോടതി വിവരാവകാശത്തെ മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഈ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വസ്തുതകൾ 19 ക്ലോസ് 1A ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അതായത് രാജ്യത്തെ പൗരന്മാരുടെ ടെലഫോൺ സംഭാഷണങ്ങൾ ചോർത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്തെ പൗരന്മാരുടെ ടെലഫോൺ സംഭാഷണങ്ങൾ ചോർത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നീട് രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ എന്നിവകൾ ആഹ്വാനം ചെയ്യുന്ന ഹർത്താലിനെതിരായ, ബന്ദിനെതിരായ അവകാശം. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ എന്നിവർ ആഹ്വാനം ചെയ്യുന്ന ഹർത്താലിനെതിരായ, ബന്ദിനെതിരായ അവകാശം. പിന്നീട് അത്തരത്തിൽ പ്രതിഷേധിക്കുവാനുള്ള രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം, പ്രതിഷേധിക്കുവാനുള്ള രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം, അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവകാശവും
ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പ്രതിപാദിച്ചിരിക്കുന്നു അത്തരത്തിൽ അവകാശങ്ങളെ സംബന്ധിച്ച്. പിന്നീട് പത്രസ്വാതന്ത്ര്യത്തെപ്പറ്റി എപ്പോഴും PSC ചോദിക്കുന്നതാണ്. പത്രസ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1A ആണ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പത്രങ്ങളെയാണ്, മീഡിയാസിനെയാണ്. അതായത് ഫോർത്ത് എസ്റ്റേറ്റ്, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ് നമുക്കറിയാം നിയമനിർമ്മാണ വിഭാഗം, സെക്കൻഡ് എസ്റ്റേറ്റ് നമുക്കറിയാം കാര്യനിർവഹണ വിഭാഗം, തേർഡ് എസ്റ്റേറ്റ് നമുക്കറിയാം നീതിന്യായ വിഭാഗം, ഫോർത്ത് എസ്റ്റേറ്റ് നമുക്കറിയാം അതായത് പത്രങ്ങൾ, ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മീഡിയാസ്, ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പബ്ലിക് ഒപ്പീനിയൻ. വീണ്ടും പരീക്ഷകൾക്ക് ചോദിച്ചത് എസ്റ്റേറ്റ് എന്ന പദം ഭരണഘടനയിൽ ആദ്യമായി നിർദ്ദേശിച്ചത്, ആദ്യമായി എസ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ്. എഡ്മണ്ട് ബുർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1A ഇത്തരത്തിലുള്ള അവകാശങ്ങളെ, സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. 19 ക്ലോസ് 1B ഇന്ത്യയിലെവിടെയും സമാധാനപരമായി നിരായുധരായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും സമാധാനപരമായി നിരായുധരായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19 ക്ലോസ് 1C അതായത് സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ പറയുന്നു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സർവീസ് ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ സർവീസ് സംഘടനകളിൽ അംഗമാകാവൂ എന്നുകൂടി പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് 19 ക്ലോസ് 1D ആണ്. ഇന്ത്യയിലെവിടെയും രാജ്യത്തെ പൗരന്മാർക്ക് സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതിനെ ആഭ്യന്തര സഞ്ചാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ആഭ്യന്തര സഞ്ചാരത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 19 ക്ലോസ് 1D ആണ്. അതായത് ഇന്ത്യക്കകത്തുള്ള സഞ്ചാരം. എന്നാൽ വീണ്ടും ചോദിച്ചുകൊണ്ട് വിദേശ സഞ്ചാരം, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സഞ്ചാരത്തെയാണ് വിദേശ സഞ്ചാരം. അപ്പോൾ ആ വിദേശ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ്. ഇനി 19 ക്ലോസ് 1E എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെവിടെയും രാജ്യത്തെ പൗരന്മാർക്ക് താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19 ക്ലോസ് 1G എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ 19 ക്ലോസ് 1F എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ അതായത് 19 ക്ലോസ് 1F നിലവിലില്ല. അതായത് 1978 44 ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത മൗലിക സ്വാതന്ത്ര്യമാണ്. ഇനി 19 ക്ലോസ് 1G എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ അതായത് രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയിലെവിടെയും മാന്യമായി തൊഴിൽ ചെയ്യുവാനും ബിസിനസ് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 19 ക്ലോസ് 1G എന്ന് പറയുന്നത്. അപ്പോൾ 19 ക്ലോസ് 1A അഭിപ്രായ സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1B ഇന്ത്യയിലെവിടെയും സമാധാനപരമായി നിരായുധരായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1C ഇന്ത്യയിലെവിടെയും സംഘടനകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1D ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1E ഇന്ത്യയിലെവിടെയും 19 ക്ലോസ് 1D ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1E ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1F നിലവിലില്ല, 19 ക്ലോസ് 1G ഇന്ത്യയിലെവിടെയും മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിച്ചു. അപ്പോൾ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അവിടെ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി വരുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നമ്മുടെ സെപ്റ്റംബർ 7 ആലപ്പുഴ LDC ഉള്ളത്. അപ്പോൾ 3 ചോദ്യങ്ങൾ, ഇനി അടുത്തൊരു പരീക്ഷയുടെ വരും, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അവിടെ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസ.